കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് മുൻ എംപിയുമായ ഡാനിഷ് അലി രംഗത്ത്. അന്തരിച്ച മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് മുഖർജിക്ക് സ്മൃതി മണ്ഡപം നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചതിനെതിരെയാണ് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നത്. അടുത്തിടെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകത്തിന് സ്ഥലം അനുവദിക്കാതെ പ്രണബ് മുഖർജിയുടെ സ്മാരകത്തിന് സ്ഥലം അനുവദിച്ചു എന്ന് പറഞ്ഞാണ് വിമർശനം നടത്തിയിരിക്കുന്നത്. പാർലമെന്റിൽ വീർ സവർക്കറുടെ ചിത്രം സ്ഥാപിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് പ്രണബ് മുഖർജിയാണ് എന്നും നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് അദ്ദേഹം തലകുനിക്കുകയായിരുന്നുവെന്നും ഡാനിഷ് അലി വിമർശിക്കുന്നു. പ്രണബ് മുഖർജിക്ക് സ്മാരകത്തിന് സ്ഥലം അനുവദിച്ചത് RSS സ്നേഹത്തിനുമുള്ള സമ്മാനമാണ് എന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നത്. നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പ്രണബ് മുഖർജി മുഖ്യ അതിഥിയായി പങ്കെടുത്ത കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡാനിഷ് അലിയുടെ വിമർശനം വന്നത്. പ്രണബ് മുഖർജി കോൺഗ്രസ് നേതാവായിരുന്നു എന്ന കാര്യം പോലും മറന്നാണ് ഡാനിഷ് അലിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നതും. അതേസമയം ഡൽഹിയിലെ രാജ്കോട്ട് കോംപ്ലക്സിലെ രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാകും പ്രണബ് മുഖർജിക്ക് സ്മൃതി മണ്ഡപം ഒരുങ്ങുക. കുടുംബം പ്രത്യേകിച്ച് ആവശ്യപ്പെടാതെ ഇതിനുള്ള സ്ഥലം അനുവദിച്ചതിൽ നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിച്ച് അദ്ദേഹത്തിന്റെ മകൾ ശർമിഷ്ഠ മുഖർജി ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. രാജ്ഘട്ട് സ്മൃതി സെല്ലിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരാകരിച്ചുവെന്നും അതേ സ്ഥലത്താണ് പ്രണബ് മുഖർജിക്ക് സ്മാരകം അനുവദിച്ചതെന്നുമാണ് ഡാനിഷ് അലിയുടെ വിമർശനം. മൻമോഹൻ സിംഗിനെ അവഹേളിക്കുന്ന നടപടിയാണിതെന്നും ഡാനിഷ് അലി പറഞ്ഞിരുന്നു. എന്നാൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ ഉചിതമായ സ്ഥലം കണ്ടെത്തുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2018 ജൂൺ 7-നായിരുന്നു നാഗ്പൂരിൽ RSS തൃതീയ സംഘശിക്ഷ വർഗിൽ പ്രണബ് മുഖർജി മുഖ്യ അതിഥിയായി പങ്കെടുത്തതും. അതേസമയം പ്രണബ് മുഖർജിക്ക് സ്മൃതി മണ്ഡപം നിർമ്മിക്കാൻ ഇടം അനുവദിച്ച കേന്ദ്ര സർക്കാരിന് മകൾ ശർമിഷ്ഠ മുഖർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. കേന്ദ്രം സ്ഥലം അനുവദിച്ച വിവരം അവർ തന്നെയാണ് വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളും സ്മൃതി മണ്ഡപത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിന്റെ കത്തും അവർ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങോട്ട് ആവശ്യപ്പെടാത്ത ഒന്നായതിനാൽ തന്നെ ഈ സ്മൃതി മണ്ഡപം പണിയാനുള്ള തീരുമാനം വളരെ സന്തോഷകരമാണ്. സ്മൃതി മണ്ഡപം ഒരുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിതമായ തീരുമാനം എന്നെ ആഴത്തിൽ സ്പർശിച്ചു. ബഹുമാനം ഒരിക്കലും ചോദിച്ചു വാങ്ങരുതെന്ന് ബാബ പറയുമായിരുന്നു. ബാബയുടെ ഓർമ്മയ്ക്കായി ഇത്തരമൊരു തീരുമാനമെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹത്തിന്റെ മകളെന്ന നിലയ്ക്ക് എന്റെ സന്തോഷം പ്രകടമാക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ചിത്രങ്ങളും കത്തുകളും പങ്കുവെച്ച് ശർമിഷ്ഠ മുഖർജി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ്. 45 വർഷത്തോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച പ്രണബ് മുഖർജിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനായി യാതൊന്നും പാർട്ടി ചെയ്തില്ല എന്നും ശർമിഷ്ഠ മുഖർജി ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.